ഹലോ ഗെയ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നടു റോഡിലാണ് ഗെയ്സ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഒരു പായ് ചെടിയെ പരിചയപ്പെടുത്താനാണ്. പായ് ചെടി എന്ന് പറയുമ്പോൾ ഇതിൽ എത്രത്തോളം ഔഷധ ഗുണമുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. നിങ്ങളിത് പലരും കണ്ടിട്ടുണ്ട്, പലർക്കും ഇതെന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഇതെന്താണെന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഗെയ്സ് ആവണക്കെണ്ണ എന്ന് പറയുന്ന ചെടി. ആവണക്കെണ്ണ അറിയത്തില്ലേ? കാസ്റ്റർ ഓയിലൊക്കെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങാറില്ലേ? ആ കാസ്റ്റർ ഓയിലിൻ്റെ ചെടിയാണ്. ഇവിടെ എല്ലാം ഒത്തിരി നിൽപ്പുണ്ട്. അപ്പം മെയിൻ റോഡുകളിലും ഇങ്ങനെ പായ് ചെടി പോലെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ഔഷധ ഗുണമുള്ള ഈ ഒരു ചെടി നമ്മൾ ഒരു വെറും പായ് ചെടിയായിട്ടാണ് ഗെയ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാനും മുടി വളർച്ചയ്ക്കും അങ്ങനെയൊക്കെ ഇത് വെറുതെ ആണെങ്കിലും തേക്കാറുണ്ട്. നമ്മൾ കാച്ചെണ്ണ കാച്ചുമ്പോഴും അങ്ങനെ ഈ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ കാസ്റ്റർ ഓയിലിൻ്റെ ഈ ചെടിയിൽ ഈ കായ എടുത്തിട്ടാണ് നമ്മൾ കാസ്റ്റർ ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ആവണക്കെണ്ണ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് മുടി വളർച്ചയ്ക്ക്, മുടി വീണ്ടും വളർന്നു വരാൻ, പിരികം നല്ല കട്ടി വരാൻ, കറുപ്പ് വരാൻ, പിന്നെ താടിയില്ലാത്തവർക്ക് താടി വരാൻ, അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് മെയിൻ റോഡിലാണ് ഇങ്ങനെ നിൽക്കുന്നത്, നിങ്ങൾ ഓർക്കണം. കാട്ടിലൊന്നുമല്ല, ഒരു പായ് ചെടി പോലെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കായകളാണ് നിങ്ങൾ ഈ കാണുന്നത്, പച്ച കായകളാണ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ ഇലകൾ കണ്ടാൽ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളതുപോലെ ഇത് കണ്ടാൽ അത്ര വേഗം മനസ്സിലാകത്തില്ല. അപ്പോൾ ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടി വളർച്ചയ്ക്ക്, സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പുരികമില്ലാത്തവർ പുരികത്തിൽ ഇത് വെറുതെ രാത്രി തേച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒത്തിരി ഗുണമാണ്. അപ്പം ഇതിൻ്റെ കാ മാത്രം തേച്ചാലും മതി. കാ പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു പരിപ്പില്ലേ, ഒരു വൈറ്റ് കളർ പരിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഉണങ്ങിയ കായ. അപ്പോൾ ഇതിലൊരു പുഴു ഇരിപ്പുണ്ടായിരുന്നു. തറയിലൊക്കെ ഒത്തിരി കായകൾ കിടപ്പുണ്ട്. ഈ കാ തന്നെ പൊട്ടി കിളുത്തിട്ടാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ ഒരു ചെടിത്തോട്ടം പോലെ ഇതിവിടെ നിൽക്കുന്നത്. പലയിടത്തും ഞാനിത് ഒത്തിരി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പല ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ഇത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ പലർക്കും ഇതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാറുണ്ട് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പച്ചക്കായകൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു റംബുട്ടാനില്ലേ, റംബുട്ടാൻ്റെ ഒക്കെ മുള്ളു പോലെ, പക്ഷെ നമ്മുടെ കയ്യിലൊന്നും കയറത്തില്ല. അതുപോലത്തെ ഒരു ടൈപ്പ് മുള്ളാണ്, കണ്ടാലറിയാം. പിന്നെ ഉണക്കക്കായുണ്ട്. ഇതാണ് ഉണങ്ങിയ കായ. അപ്പം അതാണ് ഞാൻ നിങ്ങളെ പൊട്ടിച്ച് കാണിക്കുന്നത്. അപ്പം ഇതിന് പച്ചയ്ക്ക് നമുക്ക് ഔഷധമില്ല. പച്ച പറിച്ചിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അതിൻ്റെ ഒരു വിളവ് സമയമുണ്ടല്ലോ, ആ സമയത്ത് ഉണക്കിയെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്തുള്ള ആ വൈറ്റ് പരിപ്പ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് നല്ല കട്ടിയാണ്, പൊട്ടിക്കാൻ നല്ല പാടാണ്. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ അകത്ത് വേറൊരു ഷെല്ലുണ്ട്. അങ്ങനെ 2 ഷെല്ലിനകത്താണ് നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ വൈറ്റ് ജെല്ല്. ആ ജെല്ലിന് അത്രയ്ക്ക് ഗുണമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത്. അത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു വൈറ്റ് കളർ. ഇത്രയേ ഉള്ളൂ സാധനം, പക്ഷെങ്കിൽ അതിന് നല്ല ഗുണമാണ്. കണ്ടോ, ആ ഒരു വെള്ള കളർ കാണുന്നുണ്ടോ? കണ്ടോ, ഒരു കുഞ്ഞു വൈറ്റ് കളറ്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം വെള്ളം കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം കട്ടിയുള്ളൊരു പാത്രത്തിൽ വെള്ളം മിക്സ് ചെയ്ത് ഈ ജെല്ലും കൂടെ മിക്സ് ചെയ്ത്, മിക്സിക്കകത്ത് അരച്ച ജെല്ലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വെള്ളം വറ്റിച്ച് ഇതിൻ്റെ എണ്ണയായി തന്നെ വരും. അപ്പോൾ അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പലരും ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിപ്പം യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ മുഖത്ത് തേക്കാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ പുരികം വളർച്ചയ്ക്ക്. പിന്നെ ഇത് ആവണക്കെണ്ണ നമ്മൾ കൂടുതലായിട്ട് കഴിക്കാനൊന്നും പറ്റത്തില്ല, കാരണം വയറിളക്കാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതായത് മലബന്ധ തടസ്സമുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേഗം വയറിളകും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പം നമുക്കിത് ഒരുപാടങ്ങ് കഴിക്കാനായിട്ടൊന്നും യൂസ് ചെയ്യാൻ കൊള്ളാം. ഇത് കഴിച്ചാൽ വയറിളകും. അതുകൊണ്ടാണ് നമുക്ക് മലബന്ധ തടസ്സമുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേഗം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തടയാൻ പറ്റും. അങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് സൗന്ദര്യവർദ്ധന പ്രൊഡക്റ്റുകളിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കണേ.